സോഹൻ ഒരു നല്ല സംവിധായകനാണ് എന്ന് പറയുന്നത് കേൾക്കുമ്പോൾ തന്നെയാണ്, അത് പറയുന്നത് കേൾക്കാനാണ് എനിക്ക് ഏറ്റവും കൂടുതൽ സന്തോഷം. എത്ര വലിയ സംവിധായകനാണെങ്കിലും അയാൾ ഗംഭീര സിനിമയാണ് എടുത്തു വെച്ചേക്കണമെങ്കിലും ഇത് അയാളൊന്നും അറിയണ്ടേ. പലപ്പോഴും പല കലാകാരന്മാർക്കും സംഭവിക്കുന്ന ഒരു കാര്യം അതാണ്. ഈ കൂട്ടത്തിൽ തന്നെ ഇതിലും ഇതായിട്ട് ചെയ്തിട്ട് പലരെ അറിയിക്കുന്ന ആൾക്കാരുണ്ട്. നമ്മൾ കുറച്ചു നേരം കണ്ട അല്ല, അതാണ് അതറിയാനാണ് ഒരു കലാകാരന് ഇഷ്ടം. അപ്പോൾ ആ കലാകാരനെ അത് അറിയിക്കുക, അയാൾ സന്തോഷിച്ചോട്ടെ. അതിന്റെ സത്യവും നുണയൊക്കെ അത് വേറെ രീതിയിൽ ചിന്തിക്കാം നമുക്ക്. പക്ഷെ ഒരു കലാകാരനെ സംബന്ധിച്ചിടത്തോളം വേണ്ടത് ജനങ്ങളുടെ അപ്രിസിയേഷനാണ്. ഈ അപ്രിസിയേഷൻ എന്ന് പറയുന്നത് ഈ 5 പേരല്ലുള്ളൂ. അതായത് ഈ 5 പേരാണ്, അല്ലെങ്കിൽ നമ്മുടെ ചുറ്റും നിൽക്കുന്ന എല്ലാവരും ചിന്തിക്കുന്ന ഒരു 5 പേരുണ്ട്. ഇവരെന്നെ പറ്റി നല്ലത് പറയണം. ഇത് കേൾക്കാനാണ് എനിക്ക് തോന്നുന്നത് എല്ലാ മനുഷ്യരും കഷ്ടപ്പെടുന്നത്. ഈ 5 പേര് മാത്രം നമ്മൾ മരിക്കണത് വരെ ഒരു നല്ലത് പറയില്ല. കാരണം അവരുടെ ധാരണ എന്താണെന്നറിയോ, നല്ലത് പറഞ്ഞിട്ട് ഇവൻ അഹങ്കരിച്ച് വഴിതെറ്റിപ്പോയാലോ, ഇവൻ ഓവർ കോൺഫിഡൻസ് ആയാലോ. അപ്പം ഞാൻ മലയാളികളോട് അല്ലെങ്കിൽ ഇത് കേൾക്കുന്ന ആൾക്കാരോട് പറയാണ്, നിങ്ങൾ ആരുടെയൊക്കെയോ 5 പേരിൽ ഒരാളാണ്. അയാളൊന്ന് സമാധാനിപ്പിക്കുക, അയാളൊന്ന് സന്തോഷിപ്പിക്കുക. അയാൾ ചെയ്യുന്ന പ്രവൃത്തികളുടെ കുറ്റങ്ങൾ നിങ്ങൾ തൽക്കാലം പറയണ്ട. നിങ്ങൾ അയാളെ ഒന്ന് അപ്രീഷിയേറ്റ് ചെയ്യും. അയാളിലുണ്ടാവുന്ന മാറ്റം നിങ്ങൾ നോക്ക്. അത് അയാളുടെ വളർച്ചയെ ത്വരിതപ്പെടുത്തുള്ളൂ. എൻ്റെ ഇത്രയും നാളത്തെ എളിയ അനുഭവത്തിൽ നിങ്ങൾ അയാളെ ഒന്ന് പ്രോത്സാഹിപ്പിക്കും, അയാളെ ഒന്ന് അപ്രീഷിയേറ്റ് ചെയ്യും. ഒന്നും സംഭവിക്കാൻ പോകണം. അതായത് ഞാൻ അനീഷിനോടും കൂടെ പറഞ്ഞത്, എൻ്റെ പടം ഇറങ്ങി കഴിയുമ്പോൾ വിളിച്ചിട്ട് എന്ത് പടമാടാ ചെയ്തു എന്ന് പറയല് നിർത്ത്. എന്നിട്ട് എടാ കൊള്ളാം കേട്ടോ, ഒരു വോയിസ് ഇട്ടാൽ നേരത്തെ കേൾപ്പിച്ച പോലെ നേരത്തെ കേൾപ്പിച്ചല്ലേ.